കുന്നിക്കുരു എത്രയോ ചെറുതാണ്, അത് ഭൂമിയിൽ കിടക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് തട്ടിയും തടഞ്ഞും അതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പലരുടെയും ചവിട്ടേറ്റിട്ടും ഓരോ ഭക്തന്റെ ചവിട്ട് കൊള്ളുമ്പോഴും സന്തോഷം കൊണ്ട് അത് ഉള്ളകമണിഞ്ഞുകൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നീങ്ങി നീങ്ങി കിടക്കുന്നു അല്ലേ. ചിലപ്പോൾ ചില കുട്ടികളത് എടുക്കും, ചിലരത് പെറുക്കി വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട് ഭഗവാന്റെ സ്വത്താണ്, അത് പെറുക്കി വീട്ടിലേക്ക് കൊണ്ടുവരുതെന്ന് പറയും. ക്ഷേത്രത്തില് നമ്മൾ കാണുന്ന ഒരു വളരെ ലാളിത്യമുള്ള ഒരു വസ്തുവാണ് ഈ കുന്നിക്കുരു എന്ന് പറയുന്നത്. ഈ കുന്നിക്കുരുവിനെ കുറിച്ച് ഒരുപക്ഷെ ഭഗവാൻ പറയിപ്പിക്കാൻ ഇന്ന് രാവിലെ തോന്നിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഒരു മഹാവികൃതിയാണ്. അദ്ദേഹത്തിന്റെ വികൃതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണതിന്റെ അപ്പുറത്തേക്കാണ് അദ്ദേഹത്തിന്റെ വികൃതി. അപ്പോ അദ്ദേഹം ഇന്ന് പ്രവർത്തിച്ച ഒരു വികൃതിയാണ് ഇതെന്ന് പറയാം, പക്ഷെ മനോഹരമായ വികൃതിയാണ് അല്ലേ. അപ്പോ അതേപോലെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ കുന്നിക്കുരു വന്നതും ഒരു വികൃതിയുടെ ഫലം. പക്ഷെ അങ്ങനെയുള്ള ഒരു കഥ ഞാൻ ആദ്യം പറയാം. ഇത് വളരെ ചെറിയൊരു കഥയാണ്. ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ വളരെ കഷ്ടമുള്ളൊരു കാലത്ത്, അതായത് ചിലപ്പോൾ ഒരു ഒരു ദിവസം നടന്നെത്തണമായിരിക്കാം, അല്ലെങ്കിൽ 3 ദിവസം നടക്കണമായിരിക്കാം, ഒരാഴ്ച നടക്കണമായിരിക്കാം, ചിലപ്പോൾ 15 ദിവസം നടന്നാലേ ഗുരുവായൂർ എത്തുള്ളൂ, അല്ലെങ്കിൽ 1 മാസം നടന്നാലേ എത്തുള്ളൂ. ചിലവർക്ക് 40 ദിവസവും 50 ദിവസവും 60 ദിവസവും അല്ലെങ്കിൽ 6 മാസവും നടന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ എത്തുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും തിരുവൻകാഴ്ച കൊണ്ടുപോകണം. പിന്നെ അദ്ദേഹത്തിന് ഒരു കുഞ്ഞായിട്ട് കാണുന്ന ആൾക്കാർക്ക് നിശ്ചയമായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണം. നമ്മളൊരു കുഞ്ഞുവാളുള്ള ഒരു വീട്ടിലേക്ക്, ഒരു ചെറിയ കുട്ടികളുള്ള വീടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും സ്വീറ്റോ എന്തെങ്കിലും മേടിച്ചിട്ട് പോകും അല്ലേ. അവർക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടോ എന്തെങ്കിലും നമ്മൾ മേടിച്ചിട്ട് പോകും. ഒന്നുമില്ലെങ്കിൽ ആ ഒരു യുക്തി വെച്ചിട്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണം. ചക്രവർത്തിയായിട്ടുള്ള ആളെ കാണാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് കൊണ്ടുപോയി കൊടുക്കണമെന്നുള്ള വലിയ വിഷയമൊന്നുമല്ല, എന്തും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശില്പി 80കളിൽ അദ്ദേഹം പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കാലത്ത് ഭഗവാനെ കാണണം എന്ന് കരുതിയിട്ട് ആലുവയിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ചില ആൾക്കാർ പോകുമ്പോൾ അദ്ദേഹം അവരുടെ കൂടെ അങ്ങോട്ട് പോയിട്ട് ഇത് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞ കഥയാട്ടോ. ഞാൻ അദ്ദേഹം ആരാന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവും. ആ ശില്പി വളരെ വിഷമിച്ചിട്ട് ഗുരുവായൂർ ഒരിക്കലെങ്കിലും പോകണമെന്ന് കരുതിയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അയൽപക്കത്തുള്ള ആൾക്കാരോ ഒരു സുഹൃത്തുക്കളോ ആരോ ഞങ്ങൾ ഗുരുവായൂർ കൊണ്ട് താനും പാടോ എന്ന് പറഞ്ഞ് വിളിച്ചു അത്ര. അപ്പൊ വിളിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ തലേന്ന് രാത്രി ഭയങ്കര എക്സൈറ്റഡ് ആയി, ഉറങ്ങാൻ പറ്റില്ല അദ്ദേഹത്തിന്. കുചേലിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവണം അതേ ഒരു ഫീലിംഗ് ആണ്, ഉറക്കം വരില്ല രാത്രി. നാളെ നമ്മൾ ഗുരുവായൂർ പോകില്ല. ഇപ്പോഴും അങ്ങനെയല്ലേ, നമ്മളൊക്കെ ഗുരുവായൂർക്ക് നാളെ രാവിലെ എണീച്ച് പോവുകയാണെങ്കിൽ തലേന്ന് രാത്രി ഈ അലാറം വെക്കണ വെറുതെയാണ്. അലാറം നമ്മൾ എണീച്ച് ഓഫ് ചെയ്യും എപ്പോ, അലാറം അടിക്കണതിന് ഒരു അരമണിക്കൂർ മുന്നേ. കാരണം നമ്മൾ എണീച്ചിട്ടുണ്ടാവും, നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെയല്ലേ ഗുരുവായൂർ പോണ സമയത്ത്. അപ്പോൾ അദ്ദേഹം ഇതേപോലെ രാവിലെ നേരത്തെ അങ്ങോട്ട് എണീച്ചിട്ട് ആ പോവാൻ നിൽക്കണ കുറേ നേരത്തെ എണീച്ച് ഉറക്കം വന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്താ ഞാൻ ഭഗവാനെ ആദ്യമായിട്ട് കാണാൻ പോകില്ല, എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം, എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ കയ്യിൽ പൈസ ഇല്ല. ഈ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാർ കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉള്ളത്. അദ്ദേഹത്തിന് സാധിക്കുന്നത് പോകാൻ, അല്ലാണ്ട് വേറെ യാതൊരു വിധം സാമ്പത്തിക ശേഷി അന്ന് അദ്ദേഹത്തിനില്ല ഗുരുവായൂർക്ക് പോകാനായിട്ട്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ എന്താ കൊണ്ടുപോകാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. ഗുരുവായൂരപ്പ എന്താ പറയുക, അദ്ദേഹത്തിന്റെ പണിശാലയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ രൂപപ്പെടുത്തുന്ന കളിമണ്ണ് കിടക്കുന്നുണ്ട്. ഈ കളിമണ്ണ് കൊണ്ട് അദ്ദേഹം ഉരുട്ടി മണികൾ ഉണ്ടാക്കിയതാണ്. ആ പുലർച്ചെ മണികൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു ചരടിയിൽ കോർത്ത് മണ്ണ് കൊണ്ടൊരു മാലയാക്കിയിട്ട് അത് പൊട്ടാതെ ഉണക്കി കൊണ്ടുവരണ പോലെ അദ്ദേഹം അതിനെ പൊട്ടാതെ കൊണ്ടുവന്നു ഗുരുവായൂർ അന്ന് വൈകുന്നേരം അദ്ദേഹം എത്തുമ്പോഴേക്കും ആ മാലകളുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സോപാനത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഈ തിരക്കിലൊക്കെ വരുമ്പോൾ പൊട്ടാണ്ട കൊണ്ടുവന്നിട്ട് സോപാനത്തിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞത്, എൻ്റെ പുല്ലു ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങേക്ക് തരാൻ ഈ മണ്ണുകൊണ്ടുള്ള മണികളുടെ മാല മാത്രമേ ഉള്ളൂ, സന്തോഷത്തോട് സ്വീകരിക്കണേ, ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ കൈ കൊണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് വെച്ചിട്ട് പോയി എന്നാണ്. അനേക വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിനെ ഗുരുവായൂർക്ക് വിളിപ്പിച്ചു. അദ്ദേഹം രാമേന്ദ്രൻ, അദ്ദേഹം പണിതതാണ്, അദ്ദേഹം സൃഷ്ടിച്ചതാണ് ഇന്ന് നിങ്ങൾ ശ്രീവത്സം കോമ്പൗണ്ടിൽ കാണുന്ന മരപ്രഭു എന്ന് പറയുന്ന ശില്പം. മണ്ണുകൊണ്ടല്ലേ അത് ഉണ്ടാക്കിച്ചത് അദ്ദേഹത്തിനെ കൊണ്ട്. അതാണ് ഗുരുവായൂരപ്പൻ ഒന്നും മറക്കില്ല, തനിക്ക് തന്നിട്ടുള്ള ഒന്നും അദ്ദേഹം മറക്കില്ല.